റബീസ് വേൾഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സൂപ്പർ സ്നാക്കാണ്. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോവാം. ഇളം ചൂടുവെള്ളം 1 കപ്പ് ഞാൻ ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ 1.5 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുക. ചൂടുവെള്ളം വീണ്ടും നമുക്ക് ആവശ്യമുണ്ട്. 2 സ്പൂൺ പഞ്ചസാരയും ചേർത്ത് പിന്നെ 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് അലിഞ്ഞ് കിട്ടും വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ 2 കപ്പ് ഗോതമ്പ് മാവ് ഇട്ട് കൊടുക്കുക. 1 കപ്പ് ഇട്ടിട്ടുണ്ട്. 1 കപ്പ് കൂടെ ഞാനിതിലോട്ട് ആഡ് ചെയ്യാം. കണ്ടില്ലേ? പിന്നെ 1/2 കപ്പ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടാൻ ഈ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക. ഇല്ലെങ്കിൽ നമുക്ക് അരിപ്പൊടി പച്ചരിപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് മിക്സ് ചെയ്യാൻ വീണ്ടും വെള്ളം ആവശ്യമാണ്. നിങ്ങൾക്ക് പാകത്തിന് വെള്ളം എടുക്കാം. നമ്മുടെ പഴംപൊരിയുടെ കൂട്ടിലെ അത് തയ്യാറാക്കുന്ന രീതിയിലാണ് ഇത് തയ്യാറാക്കേണ്ടത്. അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ സ്പൂണിലൊക്കെ ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു പരുവമില്ലേ, ആ ഒരു പരുവത്തിൽ ഇതേ കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ട് നമുക്കിനി 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതേ 1 മണിക്കൂർ കഴിയുമ്പോൾ മാവ് ഇതുപോലെ ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട്. കണ്ടില്ലേ? സ്പൂണിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് വേണ്ടത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. അതിനു വേണ്ടി ഒരു ചായപാത്രം അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതിലോട്ട് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. സ്റ്റിക്കി പരുവമൊന്നും ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് തിളപ്പിച്ച് കുറുക്കി എടുത്താൽ മതി. ഇത് നമുക്കൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. പിന്നെ നമ്മുടെ സ്നാക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫ്രൈ പാൻ സ്റ്റൗവിലോട്ട് വയ്ക്കാം. അതിലോട്ട് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ചീനച്ചട്ടിയും ഈ സ്നാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. കുറച്ചുകൂടെ നല്ലത് ചീനച്ചട്ടി തന്നെയാണ്. അപ്പോൾ നമ്മുടെ എണ്ണ ഏത് ഓയിലായാലും കുഴപ്പമില്ല. ഞാനിവിടെ വെളിച്ചെണ്ണ എടുത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ എടുക്കാം, അല്ലെങ്കിൽ പാം ഓയിൽ എടുക്കാം, ഏത് എണ്ണയും എടുക്കാം. ഇതേ കൈകൊണ്ട് നമ്മൾ ഈ മാവ് ഈ തിളച്ച എണ്ണയിലോട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഗോൾഡൻ കളറാവുമ്പോൾ ഓരോന്ന് നമുക്ക് മറിച്ചിട്ട് വേവിച്ചെടുക്കാം. എണ്ണ തെറിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നന്നായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. കണ്ടില്ലേ? നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കേണ്ട ആവശ്യമുണ്ട്. ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. പിന്നെ മുഴുവനും ഇതുപോലെ തന്നെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സൂപ്പർ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ ചെയ്യാനുണ്ട്. ഇതൊരു പ്ലേറ്റിലോട്ടും വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റുകയാണ് ഞാൻ. നല്ല വെന്ത് വന്നിട്ടുണ്ട്, നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ വേണമെങ്കിലും കഴിക്കാം. പക്ഷേ നമുക്ക് ഷുഗർ സിറപ്പ് ആഡ് ചെയ്യേണ്ടതുണ്ട്. ഷുഗർ സിറപ്പ് മുഴുവൻ ഭാഗത്തും എത്തുന്ന രീതിയിൽ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഇത് കണ്ടില്ലേ? ഷുഗർ സിറപ്പ് ഒഴിച്ചതിന് ശേഷം ഇങ്ങനെയാണുള്ളത്. അതിന് ശേഷം നമുക്ക് വെള്ള എള്ള് ഇട്ട് കൊടുക്കുക. ഇത് മസ്റ്റാണ്. ഇതുണ്ടെങ്കിൽ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് ഈ സ്നാക്കിന് കിട്ടുള്ളൂ. ഇതൊരു സൂപ്പർ സ്നാക്കാണ്. നമുക്ക് വിരുന്നുകാർക്ക് വേണ്ടിയും ഇഫ്താറിലും ഒക്കെ നമുക്ക് ഇത് തയ്യാറാക്കാവുന്നതാണ്. ഈ എള്ള് ഇതിൽ സ്റ്റിക്കായി കിടക്കുന്നത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക.